നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. മുസ്ലിം ലീഗ് നടുവണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗസ ഐക്യദാർഢ്യ സദസ്സ് നടുവണ്ണൂരിൽ സംഘടിപ്പിച്ചു. ഓണംപള്ളി മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് നടുവണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടുവണ്ണൂർ ടൗണിൽ ഗസ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു. ഓണംപള്ളി മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. നിരന്തരമായി ഗസയെക്കുറിച്ച് ഓർക്കുന്തോറും സങ്കടപ്പെടാതിരിക്കാൻ കഴിയാത്ത വിധം പുതിയ കാലത്തിൻ്റെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുഃഖമായി ഗസ നിൽക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു പ്രത്യേക മതസമൂഹത്തിൻ്റെ പ്രശ്നമായിട്ടല്ല, മനുഷ്യൻ്റെ പ്രശ്നമായിട്ടാണ് നമ്മൾ ഈ ഗസയുടെ ദുരന്തത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഒരു പെൺകുട്ടിയെ ഗസയിലെ കുഞ്ഞുങ്ങൾ താങ്ക് യു രശ്മി എന്ന് വിളിച്ച് ഏതോ അറ്റങ്ങളിൽ എവിടെയോ കിടന്ന് വിശന്നു പൊരിഞ്ഞ് മരിച്ചു പോകുന്ന പിഞ്ചോമനകൾക്ക് വേണ്ടി ഒരിറ്റു ദാഹജലത്തിനും ഒരിറ്റു ഭക്ഷണവും കൊടുക്കാൻ, അവർക്ക് മരുന്ന് വാങ്ങാൻ ആവശ്യമാകുന്ന സമ്പത്ത് കൊണ്ടുകൊടുക്കാൻ സാധ്യമാകുന്നതെല്ലാം ചെയ്തപ്പോൾ ആ പെൺകുട്ടിയെ ഓർക്കുന്നത് നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. ഇന്ത്യയിലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ അതിനേക്കാൾ മനോഹരമായ ചില കാഴ്ചകൾ പ്രതീകാത്മകമായി കണ്ടു. അഷ്റഫ് പുതിയപ്പുറം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കവിയും ഗാനരചയിതാവുമായ രമേശ് കാവിൽ മുഖ്യപ്രഭാഷണം നടത്തി. അത് ഒരു സാമ്രാജ്യത്തെ വെട്ടിപ്പിടിക്കാനുള്ള മനുഷ്യന്റെ അത്യാർത്തിയിൽ നിന്നാണ് അതുണ്ടാവുന്നത്. ഒരു വംശത്തിന് മറ്റൊരു വംശത്തോടുണ്ടാകുന്ന കടുത്ത ക്രൂരമായ പ്രതികാരത്തിൽ നിന്നാണ് അതുണ്ടാവുന്നത് എന്ന് നമുക്ക് ബോധ്യമാണ്. ഗാസയിലെ ഒരു കൊച്ചുകുട്ടി വിൽപത്രം എഴുതിയ വാർത്ത നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മുന്തിരി ആരെന്റെ ഭൂപടത്തിന്മേൽ പതിക്കുന്നു, ചോരയിൽ മുക്കി വരച്ചതുപോലതിൻ ചോടെ പലസ്തീൻ എന്നാരേ കുറിക്കുന്നു. കെ രാജീവൻ, തൻസീർ ദാരിമി കാവുന്തറ, മജീദ് സഖാഫി കോട്ടൂർ, നൌഷാദ് കരുവണ്ണൂർ, സയ്യിദ് എലങ്കമൽ, ടി ഇബ്രാഹിംകുട്ടി മാസ്റ്റർ, ഇ പി ഖദീജ ടീച്ചർ, എം കെ പരീദ് മാസ്റ്റർ, ടി നിസാർ മാസ്റ്റർ, കെ കെ ആഷിഫ് മാസ്റ്റർ, കേഴക്കണ്ടി അബ്ദുള്ള, അഷ്റഫ് തോട്ടുമൂല, സുഹാദ് നടുവണ്ണൂർ, ഷിഹാബ് കാവിൽ, ഇ കെ സഹീർ, ജെറീഷ് എലങ്കമൽ എന്നിവർ സംസാരിച്ചു. പി ലത്തീഫ് മാസ്റ്റർ സ്വാഗതവും കെ ടി കെ റഷീദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.